show that for a Poisson distribution with unit mean deviation about mean is 2 by E. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ മീൻ എന്താണ്? യൂണിറ്റ് മീൻ ആണ്. അതായത് മീൻ ഇസ് ഈക്വൽ ടു 1. അപ്പം നമ്മുടെ കയ്യിൽ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് പാരാമീറ്റർ ലാംഡ. അല്ലെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് അതിന്റെ പാരാമീറ്റർ ലാംഡയ്ക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് പറയാം ഹിയർ ദ പാരാമീറ്റർ ഓഫ് ദി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ലാംഡ ഇസ് ഈക്വൽ ടു 1. അതായത് നമ്മളെ കയ്യിലുള്ള റാൻഡം വേരിയബിൾ, ആ പോയ്സോൺ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 1 ആണ് എന്ന് നമ്മളോട് മനസ്സിലാക്കി. അപ്പം ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കിയതോടുകൂടി തന്നെ നമുക്ക് അയാളുടെ PMF എഴുതാം. അപ്പൊ PMF f of x is equal to, for a Poisson distribution PMF എന്താണ്? e raised to minus lambda lambda raised to x by x factorial ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ലാംഡ 1 ആണ്. e raised to minus 1 raised to x which is again 1 അല്ലെ, divided by x factorial where x takes the value 0 1 2 3 etc to infinity. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ PMF. ഇനി നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ മീൻ ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോർ എനി റാൻഡം വേരിയബിൾ മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പർട്ടിക്കുലർ ആയിട്ട് പറയാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് ഈ കേസിൽ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഇറ്റ്സ് മീൻ. ഫോർ എ റാൻഡം വേരിയബിൾ മീൻ എന്ന് പറയുന്നത് അതിന്റെ എക്സ്പെക്ടേഷൻ ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് ഏതൊരു റാൻഡം വേരിയബിളിന്റെയും മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പൊ ഈ കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ ഈ എക്സ്പെക്ടേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് പിന്നെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ആ ഫംഗ്ഷൻ എഴുതുക, ദെൻ എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് എക്സിന്റെ ഒരു ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ കാണാറ് അല്ലെ. അപ്പൊ ഈ കേസിൽ വരുമ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 e raised to minus 1 by x factorial എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നോക്കുമ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 വരുന്നതാണ് ഫർദർ ആയിട്ട് സിംപ്ലിഫിക്കേഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഈ മോഡുലസിന്റെ പ്രത്യേകത എന്താണ്? ഈ മോഡുലസിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് നമ്പർ ആണ് വന്നതെങ്കിൽ അല്ലെ, അപ്പൊ മോഡുലസ് ഓഫ് എനി പോസിറ്റീവ് നമ്പർ അന്ന് അത് ആ നമ്പർ തന്നെ നമുക്ക് എടുക്കാം. അതായത് എനിക്കിപ്പോ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് നമ്പർ ആണ് എന്ന് അറിയുമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഇല്ലാതെ വെറും എക്സ് മൈനസ് 1 എന്ന് എഴുതാം. എന്നാൽ ഈ മോഡുലസിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ ആണ് വന്നതെങ്കിൽ നമുക്ക് എന്താക്കണം? അയാളെ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം അല്ലെ. അപ്പം അതാണ് മോഡുലസിന്റെ പ്രത്യേകത. അപ്പം നമ്മളിവിടെ വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ എപ്പോഴാണ് മോഡുലസ് നെഗറ്റീവ് ആവുന്നത്, എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത് നോക്കാം. നമ്മൾ എക്സിന് കൊടുക്കാൻ പോകുന്ന വാല്യൂസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂസ് ആണ് അല്ലെ. അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം, എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആരാ വരിക? മോഡുലസ് ഓഫ് 0 മൈനസ് 1 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ എക്സിന് 0 കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് 0 മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ എന്ന് വരും. പ്ലസ് അടുത്തതായിട്ട് ഞാൻ എക്സിന് 1 കൊടുക്കുകയാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? 1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 1 മൈനസ് 1 ഇ റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അതെന്തോ ആയിക്കോട്ടെ, ഇവിടെ എന്തായിപ്പോയി? ഇത് 0 ആയിപ്പോയി അല്ലെ. അപ്പൊ ഈ ടേം എന്തായി? ഇത് 0 ആയിട്ട് ഇവിടെ മാറും. എന്നാൽ 2 മുതൽ എക്സിന് ഞാൻ 2 കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും? മോഡുലസ് ഓഫ് 2 മൈനസ് 1. അപ്പൊ അതെന്തായാലും പോസിറ്റീവ് നമ്പർ ആണ്. കാരണം ഇവിടെ ഒന്നിനെക്കാട്ടും വലിയ സംഖ്യകളാണ് ഇനി വരാൻ തുടങ്ങുന്നത്. 2 മുതൽ അങ്ങോട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ എല്ലാം തന്നെ ഇവിടെ ഒന്നിനെക്കാട്ടും വലിയ സംഖ്യകളാണ് എപ്പോഴും വരാൻ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവരെ പോസിറ്റീവ് ആണ് നമുക്ക് ഉറപ്പാണല്ലോ. 2 മൈനസ് 1 വരും, 3 മൈനസ് 1, 4 മൈനസ് 1 ഒക്കെ വരും അല്ലെ. അപ്പൊ അത് പോസിറ്റീവ് ആണ് എന്ന് അറിയുന്നത് കൊണ്ട് 2 മുതൽ അങ്ങോട്ട്
അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് 1 എന്ന് മോഡുലസ് ഇല്ലാതെ തന്നെ എഴുതാം. ഇ റേസ് ടു മൈനസ് 1 ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്, അല്ലെ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ആദ്യത്തേത് മോഡുലസ് ഓഫ് 0 മൈനസ് 1, ദറ്റ് ഇസ് മൈനസ് 1. മോഡുലസ് ഓഫ് മൈനസ് 1, മോഡുലസ് ഓഫ് മൈനസ് 1 ഇസ് പ്ലസ് 1, അല്ലെ? മോഡുലസ് ഓഫ് എ നെഗറ്റീവ് നമ്പർ പ്ലസ് ആയി, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇ റേസ് ടു മൈനസ് 1 മാത്രമേ ഉള്ളൂ, കാരണം 0 ഫാക്ടോറിയൽ ഇസ് 1. ആൻഡ് ഈ ടേം, സെക്കൻഡ് ടേം നമ്മൾ പറഞ്ഞു 0 ആയി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് തേർഡ് ടേമിലേക്ക് നോക്കാം. തേർഡ് ടേമിനെ നമുക്ക് ഇ റേസ് ടു മൈനസ് 1നെ ഞാൻ പുറത്തേക്ക് വെക്കുകയാണ്. അപ്പൊ എന്താ വരുന്നത്? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി എക്സ് മൈനസ് 1 ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് നമ്മുടെ മീൻ ഡീവിയേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, ആദ്യം ഇ റേസ് ടു മൈനസ് 1 വന്നു, പ്ലസ് അടുത്ത ടേമിൽ ഇ റേസ് ടു മൈനസ് 1 സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ മൈനസ് 1 ബൈ എക്സ് ഫാക്ടോറിയൽ. അതാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിനെ എക്സ് ബൈ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ മൈനസ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി 1 ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് രണ്ട് ടേമുകളായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതി. കാരണം ഇത് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി എക്സ് മൈനസ് 1 ബൈ എക്സ് ഫാക്ടോറിയൽ ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ടേം നോക്കുകയാണ്. ഇവിടെ മുകളിൽ എക്സ് ഉണ്ട്, താഴെ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, അല്ലെ? അപ്പൊ എക്സ് ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1 into 2 into 3 എക്സെട്ര അപ് ടു എക്സ്. എക്സ് വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാണ് ഈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയും. അപ്പൊ എക്സിന്റെ തൊട്ട് മുമ്പിൽ ഏതായാലും ആരായിരിക്കും വരിക? എക്സ് മൈനസ് 1 വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ എക്സ് ഫാക്ടോറിയലിന് നമ്മളിപ്പോ മുകളിലൂടെ താഴെ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, അല്ലെ? മുകളിൽ ഇവിടെ എക്സും ഉണ്ട്. ഇവിടെ മുകളിൽ എക്സും ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെ? ഇവിടെ എക്സിനെയും എക്സിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ബാക്കി ആരാണ്ടാവുക? 1 into 2 into 3 എക്സെട്ര എക്സ് മൈനസ് 1 ആണ് ഉണ്ടാവുക. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ, അല്ലെ? 1 മുതൽ എക്സ് മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിവിടെ എന്ത് വരുന്നു? എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ വരുന്നു. ഇവിടെ പിന്നെ മാറ്റമൊന്നും വരുത്താനില്ല. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് ഇവിടെയുള്ള ഇ റേസ് ടു മൈനസ് 1. ഈ സമ്മേഷനെ ഞാൻ ഇങ്ങനെ എഴുതും. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി 1 ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതും. ഓക്കെ, മൈനസ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി 1 ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു, ഇനി ഞാൻ ജസ്റ്റ് ഇവർക്ക് ടേംസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ എക്സിന് 2 ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ 1 ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ ദറ്റ് ഈസ് 1 പ്ലസ് ഞാൻ എക്സിന് 3 കൊടുക്കാൻ പോവാണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ഫാക്ടോറിയൽ, അപ്പൊ 2 ഫാക്ടോറിയൽ. അപ്പൊ എക്സിന് 4 കൊടുക്കുമ്പോൾ 1 ബൈ 3 ഫാക്ടോറിയൽ കിട്ടും, അല്ലെ? അപ്പൊ ഈ ഫസ്റ്റ് സമ്മേഷന്റെ വാല്യൂസ് ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവും. 1 പ്ലസ് 1 by 2 ഫാക്ടോറിയൽ പ്ലസ് 1 by 3 ഫാക്ടോറിയൽ പ്ലസ് 1 by 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോകും, അല്ലെ? മൈനസ് ഇനി അടുത്ത സമ്മേഷൻ, ഈ സമ്മേഷനിൽ ഞാൻ എക്സിന് വാല്യൂ കൊടുക്കാൻ പോവാ. അപ്പൊ ആരാ വരിക? 1 by ആദ്യം വരും 1 by 2 ഫാക്ടോറിയൽ പ്ലസ് 1 by 3 ഫാക്ടോറിയൽ പ്ലസ് 1 by 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ ടേമുകൾ വരും, അല്ലെ? അപ്പൊ ഈ രണ്ട് സമ്മേഷൻ നോക്കൂ. അപ്പൊ ഇതിന്ന് ഈ ടേമുകളെല്ലാം നമുക്ക് ഒഴിവാക്കാം, അല്ലെ? കാരണം 1 by 2 ഫാക്ടോറിയൽ പ്ലസ് 1 by 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് ഞാൻ ആര് തന്നെയാണ് മൈനസ് ചെയ്യുന്നത്? മൈനസ് 1 by 2 ഫാക്ടോറിയൽ പ്ലസ് 1 by 3 ഫാക്ടോറിയൽ പ്ലസ് 1 by 4 ഫാക്ടോറിയൽ. ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ആയിപ്പോയി, അല്ലെ? അപ്പൊ ഇവിടെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇനി 1 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 1 which is equal to 2 e raised to minus 1 എഴുതാം, or it can also be written as 2 by e. Find the mean and variance of geometric distribution f of x is equal to q raised to x into p.
x is equal to 0, 1, 2, 3, etc. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന് PMF q raised to x into p ആണ്. ഇതിന്റെ മീൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മീൻ ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പോൾ ഫോർ എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മീൻ എഴുതുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 to infinity അല്ലേ. നമുക്ക് എഫ് ഓഫ് എക്സ് ഇതായിരുന്നു, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി ആയിരുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. ആൻഡ് ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാം, ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ, ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ആൻഡ് 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം നമുക്കിവിടെ എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി എന്ന് ഇവിടെ എഴുതാം അല്ലേ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു, പീനെ നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. പീനെ നമുക്ക് പുറത്തേക്ക് വയ്ക്കുമ്പോൾ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to infinity എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എക്സ്. അപ്പം നമ്മൾ സമ്മേഷൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ സമ്മേഷൻ കൊടുക്കുമ്പം ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി മാറി അല്ലേ. പിന്നെ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക, 1 ഇൻറ്റു ക്യൂ റേസ് ടു 1 ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ. എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ക്യൂ റേസ് ടു 2, അപ്പോൾ 2 ക്യൂ സ്ക്വയർ വരും. അപ്പോൾ അതുമാതിരി 3 കൊടുത്താൽ 3 ക്യൂ റേസ് ടു 3 വരും, 4 ക്യൂ റേസ് ടു 4 വരും. അപ്പം ഇങ്ങനെയായിരിക്കും ഈ സമ്മേഷൻ്റെ ടേമുകൾ പോകുന്നത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എല്ലാം നോക്കൂ, എല്ലാത്തിലും ക്യൂ ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ ക്യൂവിനെ കൂടെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ പി ക്യൂവിനെയാണ് ഇവിടെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ പി ക്യൂവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 1 പ്ലസ് 2q പ്ലസ് 3q സ്ക്വയർ പ്ലസ് 4q ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാണ് നമ്മളെ ടേമുകൾ വരുന്നത്. അപ്പോൾ ഈ സമ്മേഷൻ എന്താണ്, ഈ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ അതായത് 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -2 എന്ന് പറയുന്ന ഒരു സമ്മേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതുക, ഇറ്റ് ഈസ് 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാണ് നമ്മൾ എഴുതുക. 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു -2 വന്ന്, അതേപോലെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്, 1 പ്ലസ് 2q പ്ലസ് 3q സ്ക്വയർ പ്ലസ് 4q ക്യൂബ് എന്ന് പറയുന്ന ടേമുകളാണ് അല്ലേ. അപ്പോൾ അതിന്റെ സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം, 1 മൈനസ് ക്യൂ റേസ് ടു -2 എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പി ക്യൂ ഇൻറ്റു ദിസ് ഇസ് 1 മൈനസ് ക്യൂ റേസ് ടു -2 എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓർ പി ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് ക്യൂ അല്ലെ. പിയും ക്യൂവും ആഡ് ചെയ്താൽ 1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 1 മൈനസ് ക്യൂ എന്നുള്ള സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം, പി ക്യൂ ഇൻറ്റു പി റേസ് ടു -2 ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ക്യൂ ബൈ പി സ്ക്വയർ എന്ന് എഴുതാം, ഓർ വിച്ച് ഇസ് ക്യൂ ബൈ പി. ഒരു പി ക്യാൻസൽ ആവും, അപ്പോൾ ക്യൂ ബൈ പി എന്നാണ് വരിക. ദിസ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂ ബൈ പി ആണ് വരുന്നത്. വേരിയൻസ് ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് വേരിയൻസ് കാണാം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളെ വേരിയൻസിനുള്ള ഫോർമുല. ഇതിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഫോർ എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ പി. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മാത്രമാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ that is equal to summation over x x square into f of x. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എഴുതുക. പക്ഷേ ഇവിടെ നമ്മൾ എക്സ് സ്ക്വയറിനെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയല്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എക്സ് സ്ക്വയറിനെ നമ്മൾ ഇങ്ങനെ എഴുതാൻ പോകും, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്രാക്കറ്റൊക്കെ മാറ്റി സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് വരും, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളിവിടെ എക്സ് സ്ക്വയറിനെ എഴുതാൻ പോകുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ്, എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് ഞാൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതുന്നു, ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇതിനുശേഷം ഇതിനെ 2 ടേമുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ്, ആദ്യത്തെ ടേം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എഫ് ഓഫ് എക്സ് പ്ലസ് രണ്ടാമത്തെ ടേം സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇങ്ങനെ 2 ടേമുകളായിട്ട് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി.
അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് നോക്കുമ്പം ഈ ടേം എന്താണ്? വാട്ട് ഈസ് സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്? ദറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് ആക്ച്വലി സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ക്യൂ ബൈ പി. അപ്പോൾ ഇനി ഈ ടേമിൻ്റെ സ്ഥാനത്ത് ഇനി നമുക്കൊന്നും ചെയ്യേണ്ട, അവിടെ ക്യൂ ബൈ പി എന്ന് എഴുതും. ഇനി നമ്മൾ സിംപ്ലിഫിക്കേഷൻ നടത്താൻ പോകുന്നത് ഇവിടെ മാത്രമാണ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് റേഞ്ച് കൊടുക്കാം, സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ റേഞ്ച് കൊടുക്കുമ്പോൾ ഇവിടെ 0 to ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ റേഞ്ച് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേം 0 ആയിപ്പോയി. എക്സിന് 1 കൊടുക്കുമ്പോഴോ 1 into 1 minus 1, അപ്പോഴും 0 ആയിപ്പോയി. അപ്പോൾ റേഞ്ച് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? 2 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, പ്ലസ് ഈ ക്യൂ ബൈ പിയും ഉണ്ട്, ക്യൂ ബൈ പി. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമുക്ക് പിനെ നമുക്ക് പുറത്തേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ പി ഇൻറ്റു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ക്യൂ റേസ് ടു എക്സ് പ്ലസ് ക്യൂ ബൈ പി എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമ്മൾ ഒരു പി പുറത്തേക്കുണ്ട്, അതൊന്നും കൂടി ഇവിടെ എഴുതാം. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, ക്യൂ റേസ് ടു എക്സ് വന്നിട്ടുണ്ട് ഇവിടെ, പ്ലസ് ക്യൂ ബൈ, ഇതാണ് നമുക്ക് കിട്ടിയത്. നമ്മളിവിടെ എക്സിന് വാല്യൂസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ ആദ്യം എക്സിന് ഞാൻ 2 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 2 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 2 ഇൻറ്റു 2 minus 1 ക്യൂ റേസ് ടു 2. ഇവിടെ നമുക്ക് 2 ക്യൂ സ്ക്വയർ എന്ന് വന്നു, പ്ലസ് അടുത്തത് 3 ആണ് കൊടുക്കുന്നത് എക്സിന്, 3 ഇൻറ്റു 3 minus 1 3 ഇൻറ്റു 2 6 ക്യൂ റേസ് ടു 3 എന്ന് വന്നു, പ്ലസ് 4 കൊടുക്കുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 4 minus 1 ദറ്റ് ഇസ് 3 12 ക്യൂ റേസ് ടു 4 എന്ന് വരും. അതുമാതിരി അടുത്തത് ഇവിടെ 5 കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 4 അല്ലേ? അപ്പോൾ 20 ക്യൂ റേസ് ടു 5 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമുകൾ പോകുന്നത്. ഈ സമ്മേഷൻ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഒരു ക്യൂ ബൈ പി കൂടിയുണ്ട്. അപ്പോൾ ഈ ടേമുകൾ നോക്കൂ, ഇതിൽ ഞാൻ 2 ക്യൂ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു വയ്ക്കുകയാണ്. എല്ലാത്തിനും 2 ക്യൂ സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. അപ്പോൾ പി ഇൻറ്റു 2 ക്യൂ സ്ക്വയർ പുറത്ത് നിന്ന് വന്നപ്പം ഇവിടെ എന്ത് വന്നു? ഇവിടെ 1 വന്നു, പ്ലസ് ഇവിടെ 3 ക്യൂ വന്നിരിക്കുന്നു. ഇവിടെ വരുമ്പോഴോ 6 ക്യൂ സ്ക്വയർ വന്നിരിക്കുന്നു. ഇവിടെ 10 ക്യൂ റേസ് ടു 3 വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ടേമുകൾ പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ ടേംസ് ഇങ്ങനെയാണ്: 1 പ്ലസ് 3 ക്യൂ പ്ലസ് 6 ക്യൂ സ്ക്വയർ പ്ലസ് 10 ക്യൂ ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാണ് ഇവിടുത്തെ ടേം പോകുന്നത്, ഡിവൈഡഡ് ബൈ ക്യൂ ബൈ പി. ഓർ ദിസ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 2 ക്യൂ സ്ക്വയർ ഇൻറ്റു ഈ ടേമുകൾ. അപ്പോൾ 1 പ്ലസ് 3x പ്ലസ് 6x സ്ക്വയർ പ്ലസ് 10x ക്യൂബ് എന്ന് വരുന്ന എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് എക്സെട്ര എന്ന് വരുന്ന എക്സ്പാൻഷൻ ഇസ് 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 3. 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 3യുടെ എക്സ്പാൻഷനാണ് നമുക്കിങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ ക്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? 1 മൈനസ് ക്യൂ റേസ് ടു മൈനസ് 3 എന്ന് നമുക്ക് എഴുതാം, പ്ലസ് ക്യൂ ബൈ പി. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 2 ക്യൂ സ്ക്വയർ. ഇവിടെ 1 മൈനസ് ക്യൂ എന്ന് വന്നതിന് നമുക്ക് എന്തെഴുതാം? പി എന്ന് എഴുതാം, പി റേസ് ടു മൈനസ് 3 പ്ലസ് ക്യൂ ബൈ പി അല്ലേ? ഓർ ദിസ് ഇസ് 2 ക്യൂ സ്ക്വയർ പി ഇൻറ്റു 2 ക്യൂ സ്ക്വയർ ഇൻറ്റു 1 ബൈ പി റേസ് ടു 3 ഇതിനെ എഴുതുന്നു, പ്ലസ് ക്യൂ ബൈ പി. ഓർ ദിസ് ഇസ് ഈക്വൽ ടു, ഈ പിയും ഒരു പി ക്യൂബിലത്തെ ഒരു പിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് 2 ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ പി. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വന്നിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ? ഇറ്റ് ഇസ് 2 ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ പി. നമുക്ക് ആവശ്യമുള്ളത് വേരിയൻസ് ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് നോക്കാം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളെ വേരിയൻസ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ പി ആണ്.
and minus expectation of x square. Expectation of x is q by p whole square. Or this can be written as 2q square by p square plus q by p minus q square by p square. അപ്പോൾ ഇവിടെ ഒരു 2q square by p square ഉണ്ട്, മൈനസ് q square by p square എന്ന് വരുമ്പം നമുക്ക് എന്താ വരുന്നത്, q square by p square പ്ലസ് q by p എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ q square by p square, ഇവിടെ q by p, ഞാനൊരു q by p നെ കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും, q by p പ്ലസ് 1 എന്ന് വരുന്നു. ഓർ ദിസ് ഈസ് ഈക്വൽ ടു q by p ഇൻറ്റു, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ, ദിസ് ഇസ് q പ്ലസ് p ഡിവൈഡഡ് ബൈ p. അപ്പോൾ ഫോർ എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ q പ്ലസ് p എപ്പോഴും 1 ആണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു q ബൈ p ഇൻറ്റു 1 ബൈ p, ഓർ ദിസ് ഇസ് q ബൈ p സ്ക്വയർ. അപ്പോൾ q ബൈ p സ്ക്വയർ ആണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ്. Obtain the moment generating function of exponential distribution and hence find its mean and variance. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ MGF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫോർ ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ദ PDF is given by f of x is equal to theta e raised to minus theta x, where x is greater than 0 and theta is also greater than 0. ഇതാണ് ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റയുടെ PDF ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ MGF ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് MGF കണ്ടുപിടിച്ച ശേഷം നമ്മൾ അതിന്ന് MGFനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മീനും വേരിയൻസും കണ്ടുപിടിക്കും. Moment generating function of exponential distribution. Moment generating function mx of t is equal to expectation of e raised to tx. എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി അല്ലെ. എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം റേഞ്ച് എന്ന് പറയുന്നത് 0 ടു ഇൻഫിനിറ്റി ആണ്. ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു ഇവിടെ വരുന്നത് എന്താണ്, ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ആണ് വരുന്നത്, ഡി എക്സ് എന്ന് വരും അല്ലെ. ഓർ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ തീറ്റേനെ നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചു. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, അപ്പൊ തീറ്റ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഇ റേസ് ടു ടി എക്സും ഉണ്ട്, ഇ റേസ് ടു മൈനസ് തീറ്റ എക്സും ഉണ്ട്. അപ്പൊ ഇ റേസ് ടു ടി എക്സ് മൈനസ് തീറ്റ എക്സ് എന്ന് നമുക്ക് അവരെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം അല്ലെ. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എക്സ് കോമൺ ഫാക്ടർ ആണ് പുറത്തേക്ക് എടുക്കും, ഒരു മൈനസ് കൂടി ഞാൻ പുറത്തേക്ക് എടുത്തു വെക്കാൻ പോകും. എന്താ ചെയ്യുന്നത്, ഒരു മൈനസ് കൂടി നെഗറ്റീവ് സൈൻ കൂടി പുറത്തേക്ക് എടുത്തു വെക്കും. അപ്പൊ ഞാൻ ഇതിനെ ഇ റേസ് ടു മൈനസ് ഓഫ് അല്ലെ. അപ്പൊ മൈനസ് ഓഫ് എന്ന് പറഞ്ഞാൽ തീറ്റ ആദ്യം വരും, തീറ്റ മൈനസ് ടി ഹോൾ റേസ് ടു എക്സ് എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് എഴുതി. അപ്പം നമ്മൾ ഇതിനെയാണ് നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇ റേസ് ടു മൈനസ് തീറ്റ മൈനസ് ടി ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് വരുന്നത്, ഇ റേസ് ടു മൈനസ് തീറ്റ മൈനസ് ടി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി എന്ന് വരും, ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 ആൻഡ് ഇൻഫിനിറ്റി അല്ലേ. ഇത് നമുക്ക് വാല്യൂസ് കൊടുക്കാം. വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, തീറ്റ ഇൻറ്റു അത് ഞാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത് എക്സിന്. അപ്പൊ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും അല്ലെ. അപ്പൊ അതെന്തായിപ്പോവും, 0 ആയിപ്പോവും അല്ലെ. അപ്പൊ ആ ടേം 0 ആയിപ്പോയി. മൈനസ് ഞാൻ എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുക്കുന്നു. അപ്പൊ ഇതെന്ത് വരും, ഇ റേസ് ടു മൈനസ് 0 വരും, ദറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് തീറ്റ മൈനസ് ടി എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും, അതിൻ്റെ ഒരു തീറ്റ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എം എക്സ് ഓഫ് ടീനെ എങ്ങനെ എഴുതാം, എം എക്സ് ഓഫ് ടി ക്യാൻ ബി റിട്ടേൺ ആസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാൻ പോകും. അപ്പോൾ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 1 വരും, ഡിനോമിനേറ്ററിൽ തീറ്റ കൊണ്ട് 2 ടേംസിനെയും ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് ടി ബൈ തീറ്റ എന്ന് പറയും. ഓർ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ്
1 minus t by theta whole raised to minus 1. ഇതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ MGF. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ MGF ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മീനും വേരിയൻസും കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ മീൻ ഓഫ് an exponential distribution in terms of MGF. അപ്പൊ MGF ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാ കാണുക? MGF is moment generating function. It generates moments. റോ മൂവ്മെന്റ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അത് ഉപയോഗിച്ചിട്ട് μ1 കാണാം. ഫസ്റ്റ് റോ മൂവ്മെന്റ് കാണാം, വിച്ച് ഇസ് ദി മീൻ. μ1 ആണ് നമ്മളെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ MGFനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. dmx of t by dt. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് വിൽ പുട്ട് t is equal to 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? μ1 കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ μ1 കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ MGFനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. dmx of t by dt. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇതാണ് നമ്മൾ mx of t. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം -1 ഇൻറ്റു 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1 അല്ലേ. ആൻഡ് ഇൻറ്റു ഇവിടെ -1 ബൈ തീറ്റ, ടിയുടെ ഒപ്പം നിൽക്കുന്ന കോൺസ്റ്റന്റ്, ഇൻറ്റു -1 എന്ന് വരും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 ബൈ തീറ്റ ഇൻറ്റു മൈനസും ക്യാൻസൽ ആയിപ്പോയി ഇൻറ്റു 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -2 എന്ന് നമുക്ക് കൊടുക്കും അല്ലെ. എനിക്ക് വേണ്ടത് μ1 എന്ന് പറഞ്ഞാൽ dmx of t by dt at t is equal to 0 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ തീറ്റ ഇൻറ്റു 1 മൈനസ് 0 അല്ലേ. അപ്പോൾ അവിടെ 1 തന്നെ ഉണ്ട്, 1 റേസ് ടു -2. Therefore μ1 is equal to 1 by theta. അപ്പം മീൻ μ1 എന്ന് പറയുന്നത് മീൻ ആണ്. അപ്പം മീൻ is equal to 1 by theta. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് μ2 ആണ്. സെക്കൻഡ് റോ മൂവ്മെന്റ് ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു d സ്ക്വയർ mx of t by dt at t is equal to 0. അതായത് MGFനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ടിക്ക് 0 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് റോ മൂവ്മെന്റ് വിച്ച് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് d സ്ക്വയർ mx of t by dt എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി dmx of t by dt നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by theta into 1 minus t by theta whole raised to -2 എന്ന് dmx of dt നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ദിസ് 1 by theta into -2 into 1 minus t by theta whole raised to -2 -1. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. അപ്പൊ ടിയുടെ ഫംഗ്ഷന്റെ പവറിലുള്ള ആളെ വെച്ച് എഴുതി അല്ലെ. ഇൻറ്റു ടിയുടെ കൂടെ ആരാ നിൽക്കുന്നത്? -1 by theta. -1 by theta ആണ് വരുന്നത്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസും അല്ലെ പ്ലസ് ആയി 2 by 1 by theta 1 by theta. അപ്പം 2 by theta സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -3 എന്നാണ് വരുന്നത്. അപ്പം അതിനെ നമ്മൾ μ2 കാണാൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ d സ്ക്വയർ mx of t by dt സ്ക്വയർ at t is equal to 0 ആണ് കൊടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ടിക്ക് 0 കൊടുത്താൽ ഈ ടേം 0 ആയിപ്പോയി അല്ലേ. ബാക്കി എന്താ ഉള്ളൂ? ഇപ്പോൾ 1 മൈനസ് 0 റേസ് ടു -3. This is answer is equal to 2 by theta square. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് 2 by theta square എന്ന് കിട്ടി. ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് 1 by theta എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ. Therefore variance of x is equal to expectation of x square minus expectation of x the whole square, which is equal to 2 by theta square minus 1 by theta the whole square, which is 2 by theta square minus 1 by theta square, and the answer is 1 by theta square. ഇതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ആയിട്ട് കിട്ടുന്നത്.